നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലാലീസ് ഹൈപ്പർ മാർക്കറ്റ്, ലാലീസ് മാൾ, പട്ടിക്കാട് സെന്റർ, തൃശൂർ. പുത്തൂർ പഞ്ചായത്ത് ജാഗ്രതാ സമിതിയും ജെൻഡർ റിസോഴ്സ് സെന്ററും കുട്ടികൾക്കായി ലൈഫ് സ്കിൽ ട്രെയിനിംഗ് ക്യാമ്പ് സംഘടിപ്പിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് വ്യാപാരി വ്യവസായി സംഘം കളക്ടറേറ്റിന് മുന്നിൽ ധർണ നടത്തി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ഒല്ലൂർ നിയോജക മണ്ഡലം സമ്മേളനം കോർപ്പറേഷൻ UDF ലീഡർ ജോസഫ് ടാജറ്റ് ഉദ്ഘാടനം ചെയ്തു. ലോക എയ്ഡ്സ് ദിനത്തിന്റെ ഭാഗമായി ഒല്ലൂർ വിൻസെന്റ് പോൾ ആശുപത്രി ജീവനക്കാർ തെരുവു നാടകം അവതരിപ്പിച്ചു. വാർത്തകൾ വിശദമായി. പുത്തൂർ പഞ്ചായത്ത് ജാഗ്രതാ സമിതിയുടെയും ജെൻഡർ റിസോഴ്സ് സെന്ററിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ കുട്ടികൾക്കായി ലൈഫ് സ്കിൽ ട്രെയിനിംഗ് ക്യാമ്പ് സംഘടിപ്പിച്ചു. മരത്താക്കര വിശ്വനാഥ നഗർ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് അശ്വതി സുനീഷ് അധ്യക്ഷത വഹിച്ചു. ICDS സൂപ്പർവൈസർമാരായ പ്രീനു പ്രസാദ്, ദീപ ഫ്രാൻസിസ്, പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലിബി വർഗീസ്, ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിനി പ്രദീപ് കുമാർ, കമ്മ്യൂണിറ്റി വുമൺ ഫെസിലിറ്റേറ്റർ വേണി വാസുദേവൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. ലൈഫ് സ്കിൽ ട്രെയിനർമാരായ പ്രവീണ പ്രകാശ്, നയന എന്നിവർ ട്രെയിനിംഗ് നയിച്ചു. വനിതാ സെൽ സിവിൽ പോലീസ് ഓഫീസർ മിനി കുട്ടികൾക്കായി പോക്സോ, മൊബൈൽ അഡിക്ഷൻ എന്നിവയെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസും എടുത്തു. ഉദ്ദേശം നമ്മുടെ അച്ഛനമ്മമാരൊക്കെ ചിലപ്പോൾ പറയാ പഠിക്ക്, അങ്ങനെയല്ല പറയാറ്. ക്ലാസ് വിട്ടു വന്ന് എന്താ പറയാ, പഠിക്കും. അത് കഴിഞ്ഞാലോ ഭക്ഷണം കഴിക്കും. അത് കഴിഞ്ഞാലോ ഉറങ്ങുക, അല്ലേ? കുറച്ചു നേരം കഴിക്കുമ്പോഴേക്കും എന്ത് പറയും, പഠിക്കും. അപ്പൊ അതൊക്കെ എല്ലാ വീട്ടിലുണ്ട്, ഞങ്ങൾ പഠിക്കുമ്പോഴുണ്ട്. പക്ഷെ നമ്മളിൽ ഓരോ കഴിവുകളുണ്ട്. എന്തൊക്കെയുണ്ട്, ചിലർക്ക് വളരെയധികം ഓർമ്മശക്തിയുള്ള ആളുകളുണ്ട്, ഇല്ലേ? നിങ്ങൾ ഫോണൊക്കെ യൂസ് ചെയ്യാറില്ലേ? കണ്ണ് തെറ്റി മൊബൈൽ എടുക്കാറില്ല? അച്ഛനമ്മേടി ഇല്ലാതാ ഒരു കണ്ണച്ചിരിയൊക്കെ ഉണ്ട് നിങ്ങളെ പോലത്തെ. അപ്പൊ ഫോണ് ഭയങ്കര ഇഷ്ടമാണ്. ഫോണിൽ മാത്രം നോക്കിയിരുന്നാൽ നമ്മളെല്ലാം പഠിക്കുമോ? ഇല്ല. നമുക്ക് വായനാശീലം ഒരു പ്രധാന ഘടകമാണ്. നമുക്ക് എന്ത് കിട്ടിയാലും വായിക്കാനുള്ളൊരു വാസന നമ്മുടെ കുട്ടികളിൽ നിന്ന് നടന്നു പോയിരിക്കുകയാണ്. അതിൻ്റെയൊക്കെ കുറെ കുഴപ്പങ്ങൾ നമുക്കുണ്ട്. മാത്രമല്ല, ഇന്ന് ശാസ്ത്ര സാങ്കേതികമായിട്ടുള്ള ഒട്ടേറെ കാര്യങ്ങൾ വന്നപ്പോൾ നമ്മൾ ആ തരത്തിലേക്ക് തിരിഞ്ഞപ്പോൾ നമുക്ക് നമ്മൾ തമ്മിലുള്ള അടുപ്പം, ജനങ്ങളും നമ്മുടെ വീടുമായിട്ടുള്ള ബന്ധം തന്നെ കുറഞ്ഞു. അടുത്ത ബന്ധുക്കളായിട്ട്, അതുപോലെ തന്നെ കൂട്ടുകാരായിട്ട് ഒക്കെ നമ്മളെന്തിനാ മൊബൈൽ, വാട്സപ്പ് ഗ്രൂപ്പ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആയിട്ട് മാറി. കേരള അയൺ ഫാബ്രിക്കേഷൻ ആൻഡ് എഞ്ചിനീയറിംഗ് യൂണിറ്റ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം കാളത്തോട് മഹല്ല് ഹാളിൽ റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് KP ബാബു അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന പ്രസിഡന്റ് തങ്കച്ചൻ അബ്രഹാം മുഖ്യാതിഥിയായിരുന്നു. ബിജു മേപ്പുള്ളി പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. അനീഷ് വരവ് ചെലവ് കണക്കുകളും സംഘടനാ വിശദീകരണം ജിജോ ജോസും നടത്തി. കൺവീനർ വസന്തൻ സ്വാഗതവും സജീവൻ നന്ദിയും അറിയിച്ചു. അശാസ്ത്രീയമായി നികുതി ചുമത്തൽ അവസാനിപ്പിക്കുക, GST കൌൺസിൽ പുനഃസംഘടിപ്പിക്കുക, ഓൺലൈൻ വ്യാപാരത്തിന് കടിഞ്ഞാണിടുക, MSME വായ്പകൾക്ക് പലിശ ഇളവ് അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഭാരതീയ വ്യാപാരി വ്യവസായി സംഘം തൃശൂർ ജില്ലയിൽ കളക്ടറേറ്റിന് മുൻപിൽ നടത്തിയ ധർണ ഭാരതീയ വ്യാപാരി വ്യവസായി സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറി S സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. ഭാരതീയ വ്യാപാരി വ്യവസായി സംഘം ജില്ലാ വൈസ് പ്രസിഡന്റ് ജീവൻ നാലുമാക്കൽ അധ്യക്ഷനായി. BVVS ജില്ലാ ട്രഷറർ സേതു വരവൂർ മുഖ്യപ്രഭാഷണം നടത്തി. സഹകാർ ഭാരതി സംസ്ഥാന സമിതി അംഗം PA വേലായുധൻ ആശംസകൾ അറിയിച്ചു. BVVS സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഭാഗീരഥി ചന്ദ്രൻ സന്നിഹിതയായിരുന്നു. ജില്ലാ സെക്രട്ടറി ശീലേഷ് C ശിവറാം സ്വാഗതവും MV ഉല്ലാസ് നന്ദിയും അറിയിച്ചു. എല്ലാ തരത്തിലുമുള്ള പ്രവർത്തനങ്ങളെയും ശ്ലാഘിച്ചുകൊണ്ട് പോരായ്മകൾ പരിഹരിച്ചുകൊണ്ട് ഭാരതം ലോകത്തിലെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് മാറുവാനുള്ള ശ്രമങ്ങൾക്ക് പിന്തുണ അർപ്പിച്ചുകൊണ്ട് 5 ട്രില്യൺ എക്കോണമി എന്നുള്ള
സ്വത്വസമാനമായിട്ടുള്ള ആ ലക്ഷ്യങ്ങൾക്ക് എല്ലാവരുടെ പിന്തുണയും അർപ്പിച്ചുകൊണ്ട് ഈ വ്യാപാര സമൂഹത്തിന്റെ ശബ്ദവും കൂടി നിങ്ങൾ കേൾക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ഔദ്യോഗികമായിട്ടുള്ള ഈ ധർണ ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. മലയാള ദിനം, ഭരണഭാഷാ വാരാഘോഷം, കവിതാലാപന മത്സര വിജയികൾക്ക് സമ്മാനം നൽകി. തൃശൂർ ജില്ലയിലെ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ് നടത്തിയ കവിതാലാപന മത്സര വിജയികൾക്കുള്ള സമ്മാനദാനം ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ നിർവഹിച്ചു. ജൂനിയർ വിഭാഗത്തിൽ ആര്യൻ പ്രദീപ് 1ാം സ്ഥാനം, ശിവാനി ആർ മേനോൻ 2ാം സ്ഥാനം, AM ജഗൻ ശ്യാംലാൽ 3ാം സ്ഥാനവും ഏറ്റുവാങ്ങി. സീനിയർ വിഭാഗത്തിൽ അദ്രിജ സിബി, KR അർത്ഥന, ജിത് S കൃഷ്ണ എന്നിവർ 1ാം സ്ഥാനം പങ്കിട്ടു. KB കാർത്തിക് 2ാം സ്ഥാനത്തിന്റെയും KB ആദിത്യ 3ാം സ്ഥാനത്തിന്റെയും സമ്മാനം ഏറ്റുവാങ്ങി. ജില്ലാ കളക്ടർ സമ്മാനാർഹരായ കുട്ടികൾക്കൊപ്പം നിന്ന് ഫോട്ടോ എടുത്തും ചേംബറിൽ വിളിച്ച് അഭിനന്ദിച്ചുമാണ് തിരിച്ചയച്ചത്. പുത്തൂർ പഞ്ചായത്തിലെ പൗണ്ട് റോഡ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. 1 കോടി രൂപ ചിലവഴിച്ചാണ് നവീകരണം. പുത്തൂർ പഞ്ചായത്ത് 16ാം വാർഡിൽ ഉൾപ്പെട്ട പൗണ്ട് റോഡിന്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. 2 കിലോമീറ്ററോളം ദൂരം വരുന്ന റോഡ് 5 മീറ്റർ വീതിയിലാണ് പുതുതായി ടാറിംഗ് ചെയ്യുന്നത്. 1 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. പൊട്ടിപ്പൊളിഞ്ഞ ടാറിംഗ് ഭാഗങ്ങൾ മണ്ണുമാന്തി യന്ത്രത്തിന്റെ സഹായത്താൽ പൂർണ്ണമായി ഇളക്കി മാറ്റുന്ന പണികൾ ആരംഭിച്ചു. ഇതിനുശേഷം വീതി കൂട്ടി ടാറിംഗ് നടത്തും. പുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ സജിത് PS എന്നിവർ നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്തി. നെഹ്റു മുതൽ മൻമോഹൻ സിംഗ് വരെയുള്ള കോൺഗ്രസ് പ്രധാനമന്ത്രിമാരാണ് ഭാരതത്തിലെ ജനങ്ങൾക്കുമേൽ മനുഷ്യത്വ വിരുദ്ധവും ഭരണഘടന വിഭാവനം ചെയ്യുന്ന പൗരസ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റത്തിന് കാരണമായ വഖഫ് നിയമത്തിന് കാരണക്കാരെന്ന് ഡോക്ടർ KS രാധാകൃഷ്ണൻ. ആദ്യത്തെ പ്രധാനമന്ത്രി നെഹ്റു സെക്യുലറിസത്തിലും അഹിംസയിലും വിശ്വാസമുള്ള ആളല്ലായിരുന്നു. വഖഫ് നിയമത്തെ സമൂഹം എതിർക്കുന്നതിന് പ്രധാന കാരണം ഭാരതത്തിന്റെ സെക്യുലറിസത്തെ നിയന്ത്രിക്കുന്നു എന്നതാണ്. സ്വാഭാവിക നീതിയുടെ ലംഘനവും മനുഷ്യന്റെ അടിസ്ഥാന അവകാശങ്ങളെ ചോദ്യം ചെയ്യുന്നതുമാണ്. വഖഫ് നിയമം മുസ്ലിം ശരീഅത്തിന് ഒരു തരത്തിലും അംഗീകരിക്കാൻ സാധിക്കുന്നതല്ല. അമുസ്ലിമുകൾ വഖഫ് ചെയ്യുന്നത് ശരീഅത്തിനെതിരാണ്. മറ്റുള്ളവർ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച സ്വത്ത് ദൈവത്തിന് ദാനം ചെയ്യുന്നത് ശരീഅത്ത് നിയമപ്രകാരം തെറ്റാണ്. കേരളത്തിൽ ആദ്യമായി ഭൂപരിഷ്കരണ നിയമം നടപ്പാക്കിയ സമയത്ത് ജന്മികൾക്ക് അനുകൂലമായി മുസ്ലിം പണ്ഡിത സമൂഹം അന്ന് ഫത്വ ഇറക്കിയിട്ടുണ്ട്. മുസ്ലിം സമൂഹത്തിൽ പോലും ഏകീകൃതമായ ശരീഅത്ത് നിയമമില്ല. വഖഫ് നിയമം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് മുസ്ലിം സമൂഹത്തെ ആയിരിക്കും. വഖഫിനെതിരെ നടത്തുന്ന 4000-ഓളം കേസുകളിൽ ഭൂരിഭാഗം കേസുകളും നടത്തുന്നത് മുസ്ലിം സമൂഹമാണ്. കേരളത്തിൽ വഖഫ് ഭൂമികൾ ഏറ്റവും കൂടുതൽ അന്യാധീനപ്പെടുത്തിയത് വഖഫ് ബോർഡ് അംഗങ്ങളാണെന്ന് അച്യുതാനന്ദൻ ഗവൺമെന്റിന്റെ കാലത്ത് അന്വേഷണ കമ്മീഷൻ കണ്ടെത്തിയിട്ടുണ്ട്. വഖഫ് ബോർഡിനെതിരെ സംസാരിക്കുമ്പോൾ ന്യായീകരിക്കാനാണ് രാഷ്ട്രീയ പാർട്ടികൾ ദേവസ്വം ബോർഡുകൾ നടത്തുന്ന കേസുകളെ താരതമ്യം ചെയ്യുന്നതെന്ന് കാസ പ്രസിഡന്റ് കെവിൻ പീറ്റർ പറഞ്ഞു. ദേവസ്വം ബോർഡ് നടത്തുന്ന വ്യവഹാരങ്ങൾ നീതിന്യായ വ്യവസ്ഥയ്ക്ക് കീഴിലാണ്. അവസാന തീർപ്പ് കൽപ്പിക്കുന്നത് ഭാരതത്തിലെ നീതിന്യായ കോടതികളാണ്. വഖഫ് നിയമം മൂലം കഷ്ടത അനുഭവിക്കുന്ന ജനങ്ങൾക്ക് നീതി നൽകാൻ ഭാരതത്തിലെ നീതിന്യായ കോടതികൾക്ക് സാധിക്കില്ല. വഖഫ് നിയമത്തിന്റെ പേരിൽ മറ്റൊരു മതരാഷ്ട്രീയം നിർമ്മിക്കാനാണ് ഇസ്ലാമിക സംഘടനകൾ ശ്രമിക്കുന്നത്. ഊരാക്കുടുക്കിൽപ്പെട്ട് മനം നൊന്ത് ഹൃദയം പൊട്ടിമരിച്ച ബാലൻ എന്നയാളുടെ രക്തസാക്ഷിത്വം മുന്നിൽ നിൽക്കുമ്പോഴും കേരള നിയമസഭ അത് കാണാതെ വഖഫ് നിയമം സംരക്ഷിക്കുന്നതിന് സംയുക്ത പ്രമേയം പാസാക്കുകയാണെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് RV ബാബു പറഞ്ഞു. മുസ്ലിം തീവ്രവാദ ആശയങ്ങൾക്ക് വേണ്ടി പ്രമേയം പാസാക്കിയ ചരിത്രമുള്ളതാണ് കേരള നിയമസഭ. സദ്ദാം ഹുസൈനെ തൂക്കിലേറ്റിയപ്പോഴും മദനിക്ക് വേണ്ടിയും പൗരത്വ നിയമ പ്രശ്നത്തിന്റെ പേരിലും സംയുക്ത പ്രമേയം പാസാക്കിയ ചരിത്രം കേരള നിയമസഭയ്ക്കുണ്ട്. ഇത്തരത്തിലുള്ള ചരിത്രം ഭാരതത്തിലെ മറ്റൊരു സംസ്ഥാനത്തെ നിയമസഭയ്ക്കും ഉണ്ടായിരിക്കുകയില്ല. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ഒല്ലൂർ നിയോജക മണ്ഡലം സമ്മേളനം ഒല്ലൂക്കര സഹകരണ സൊസൈറ്റി ഹാളിൽ ജില്ലാ പഞ്ചായത്ത് UDF ലീഡർ ജോസഫ് ടാജൻ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് NS നൌഷാദ് അധ്യക്ഷനായി. സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ TA കുഞ്ഞുമൊയ്തീൻ മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് TN വിജയകുമാർ വിശിഷ്ടാതിഥിയായിരുന്നു. ജില്ലാ പ്രസിഡന്റ് KG ഉണ്ണികൃഷ്ണൻ വിശിഷ്ട വ്യക്തികളെ ആദരിച്ചു. സെക്രട്ടറി VA ഗോപാലകൃഷ്ണൻ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. വരവ് ചെലവ് കണക്കുകൾ ജോൺസൺ മാമ്പ്രക്കാരൻ അവതരിപ്പിച്ചു. ജില്ലാ സംസ്ഥാന ഭാരവാഹികൾ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MU മുത്തു, ഡേവിഡ് സ്റ്റീഫൻ, PA വർഗീസ്, PB രമാദേവി എന്നിവരും സംസാരിച്ചു. KR വത്സരാജൻ നന്ദി അറിയിച്ചു. സ്വന്തം ബന്ധുക്കളും പാർട്ടിയുടെ പ്രധാനപ്പെട്ടവർക്കും ഈ ഭരണത്തിൽ നീതി ലഭിക്കുന്നു. ആർക്കൊക്കെയാണ് പിൻവാതിൽ വഴി നയം കൊടുത്തത്? ഉന്നതരായ DYFI, SFI അതുപോലെയുള്ള CPM-ന്റെ നേതാക്കന്മാരുടെ ഭാര്യമാർക്ക് ജോലി ലഭിക്കുന്നു.
പിൻവാതിൽ നിയമനം നടക്കുന്നു. ആർക്കു വേണ്ടി? ആ നിയമനത്തിന്റെ രീതി എന്താണ്? അപ്പൊ നിലനിൽക്കുന്ന ഒരു സംവിധാനത്തെ മുഴുവൻ വെല്ലുവിളിച്ചുകൊണ്ട് പിണറായി സർക്കാരിന്റെ ആശ്രിതരായി നിൽക്കുന്ന ഒരു പറ്റം CPM നേതാക്കൾക്കും DYFIക്കാർക്കും SFIക്കാർക്കും ഒഴിച്ച് ഈ ഭരണം കൊണ്ട് ഏതെങ്കിലും ഒരു മേഖലയിൽ നേട്ടം കൈവരിക്കാൻ സാധിച്ചു എന്ന് ആർക്കും തന്നെ അവകാശപ്പെടാൻ സാധിക്കും. ഇതിന് പറയുന്ന കാരണം, ഇത്തരത്തിൽ കുടിശ്ശിക വന്നപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത് സാമ്പത്തികമായ പ്രതിസന്ധി. ആ പ്രതിസന്ധിയിൽ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി. AK ആന്റണി മുണ്ട് മുറുക്കി ഉടുക്കണം എന്ന് പറഞ്ഞപ്പോൾ കേരളത്തിൽ നടന്ന സമരത്തിന്റെ തീജ്വാല നമ്മളെല്ലാവരും അനുഭവിച്ചറിഞ്ഞതാണ്. അന്നത്തെ സാമ്പത്തിക പ്രതിസന്ധി അല്ല ഇന്നത്തെ സാമ്പത്തിക പ്രതിസന്ധി. ബഹുമാനായ പ്രതിപക്ഷ നേതാവ് അതുകൊണ്ടാണ് പറഞ്ഞത്, കേരളത്തിന്റെ ഖജനാവാണ് പൂച്ചയ്ക്ക് പ്രസവിക്കാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലമെന്ന് അത് കണ്ടെത്തിയത്. ഒരിടവേള. MediPlus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ENT സ്പെഷ്യലിസ്റ്റ് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും സേവനമനുഷ്ഠിക്കുന്നതാണ്. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് MediPlus Diagnostics, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. സേവന രംഗത്ത് 25 കൊല്ലമായി മണ്ണുത്തിയിൽ പ്രവർത്തിക്കുന്ന തട്ടിൽ ഫിനാൻസ് എന്ന സ്ഥാപനം 25ാം വയസ്സ് ആഘോഷിക്കുന്ന വേളയിൽ കാളത്തോട് സ്വന്തം ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 1 ഗ്രാം സ്വർണത്തിന് കൂടുതൽ പണം, പലിശ നിന്ന ദിവസത്തേക്ക് മാത്രം, 5 മിനിറ്റിനുള്ളിൽ ലോൺ, 25 വർഷത്തെ പാരമ്പര്യം. നിങ്ങൾ തരുന്ന സ്വർണത്തിന് കൂടുതൽ പണം. തട്ടിൽ ഫിനാൻസ്, തട്ടിൽ ആർക്കേഡ്, കാളത്തോട്. ഹെഡ് ഓഫീസ് തട്ടിൽ ഫിനാൻസ്, കൽപ്പക കോംപ്ലക്സ്, മണ്ണുത്തി. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. വാർത്തകൾ തുടരുന്നു. ലോക എയ്ഡ്സ് ദിനാചരണത്തിന്റെ ഭാഗമായി ഒല്ലൂർ സെന്റ് വിൻസെന്റ് ഇപ്പോൾ ആശുപത്രി ജീവനക്കാരുടെ നേതൃത്വത്തിൽ ബോധവൽക്കരണ തെരുവു നാടകം സംഘടിപ്പിച്ചു. ഒല്ലൂരിൽ സംഘടിപ്പിച്ച പരിപാടി കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ ML റോസി ഉദ്ഘാടനം ചെയ്തു. ഹെൽത്ത് ഇൻസ്പെക്ടർ മനോജ്, ആശുപത്രി അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ സ്റ്റെഫി MC, PRO ജിസൺ ആന്റണി എന്നിവർ സംസാരിച്ചു. ആശുപത്രിയിൽ പുതിയതായി ആരംഭിക്കുന്ന ഹെൽത്ത് പാക്കേജിന്റെ ഉദ്ഘാടനം ചടങ്ങിൽ നടത്തി.
ബ്രോഡ്കാസ്റ്റ് എഞ്ചിനീയറിംഗ് കൺസൾട്ടൻസ് ഇന്ത്യ ട്രെയിനിംഗ് ഡിവിഷൻ നടത്തുന്ന 1 വർഷം ദൈർഘ്യമുള്ള PG ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ യോഗ്യത ബിരുദം, പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ യോഗ്യത +2, ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ യോഗ്യത SSLC എന്നീ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഓൺലൈൻ റെഗുലർ പാർട്ട് ടൈം ബാച്ചുകളിലായാണ് ക്ലാസ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 8304926081. 50ാമത് തൃശൂർ ഡിസ്ട്രിക്ട് പോലീസ് ആനുവൽ ഗെയിംസ് ആൻഡ് അത്ലറ്റിക് മീറ്റ് 2024 തൃശൂർ സായുധ സേന ബറ്റാലിയൻ ഗ്രൗണ്ടിൽ സമാപനം കുറിച്ചു. നവംബർ 26, 27, 28 ദിവസങ്ങൾ നീണ്ടുനിന്ന അത്ലറ്റ് മീറ്റിൽ 6 സബ് ഡിവിഷനുകളിൽ നിന്നായി 150ഓളം മത്സരാർത്ഥികൾ പങ്കെടുത്തു. തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ R. ഇളങ്കോ IPS അധ്യക്ഷനായി. സമാപന ചടങ്ങിൽ തൃശൂർ റേഞ്ച് DIG തോംസൺ ജോസഫ് IPS മുഖ്യാതിഥിയായിരുന്നു. സ്പോർട്സ് മീറ്റിൽ സായുധ സേന ബറ്റാലിയൻ, തൃശൂർ സബ് ഡിവിഷൻ, ഗുരുവായൂർ സബ് ഡിവിഷൻ എന്നിവർ 1, 2, 3 സ്ഥാനങ്ങൾ കരസ്ഥമാക്കി. ഫുട്ബോൾ മത്സരത്തിനിടെ മരണപ്പെട്ട സിവിൽ പോലീസ് ഓഫീസർ അരുൺകുമാറിന്റെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ അരുൺ മെമ്മോറിയൽ ഫുട്ബോൾ കിരീടം കമ്മീഷണർ ഓഫീസ് ടീം കരസ്ഥമാക്കി. DIG, സിറ്റി പോലീസ് കമ്മീഷണർ, IPS ട്രെയിനീസ് എന്നിവർ സമ്മാനദാനം നിർവഹിച്ചു. വർണ്ണാഭമായ സമാപന ചടങ്ങിൽ സിറ്റി ജില്ലയിലെ വിവിധ സബ് ഡിവിഷനുകളിൽ നിന്നായി 300ഓളം ഉദ്യോഗസ്ഥർ പങ്കെടുത്തു. 6 സബ് ഡിവിഷൻ പങ്കെടുത്ത മത്സരങ്ങളിലും സിറ്റി പോലീസ് കമ്മീഷണർ മത്സരിക്കുകയും പുരുഷ വിഭാഗം 200 മീറ്റർ ഓട്ട മത്സരത്തിൽ വെള്ളി മെഡൽ കരസ്ഥമാക്കുകയും ചെയ്തു. സിവിൽ പോലീസ് ഓഫീസർ റിച്ചു തോമസ്, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ അപർണ എന്നിവർ വേഗതാരങ്ങളായപ്പോൾ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ഷൈജ, സിവിൽ പോലീസ് ഓഫീസർ പ്രതുൽ എന്നിവർ വ്യക്തിഗത ചാമ്പ്യൻ പട്ടം കരസ്ഥമാക്കി. സമാപന ദിവസത്തെ മുഖ്യ ആകർഷകം വടംവലി മത്സരം. തൃശൂർ അസിസ്റ്റന്റ് കമ്മീഷണർ സലീഷ് N. ശങ്കരൻ നയിച്ച തൃശൂർ സബ് ഡിവിഷൻ ജേതാക്കളായി. ബയോഗ്യാസ് ട്രീറ്റ്മെന്റ് പ്ലാന്റിലൂടെ ഇന്റഗ്രേറ്റഡ് മൈക്രോ ഫാമിംഗ് മേഖലയിൽ സംരംഭം തുടങ്ങാൻ താൽപര്യമുള്ളവർക്കായി കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് നവംബർ 30-ന് കളമശ്ശേരിയിലെ കീറ്റ് ക്യാമ്പസിൽ ഏകദിന വർക്ക്ഷോപ്പ് സംഘടിപ്പിക്കുന്നു. ബയോഗ്യാസ് നിർമ്മാണം, മാലിന്യ സംസ്കരണം, പാചകവാതകം, ജൈവവളം, ജൈവകൃഷി, അടുക്കളത്തോട്ടം, ആഗോള താപന നിയന്ത്രണം എന്നീ വിഷയങ്ങളിലാണ് പരിശീലനം. പരിശീലന ഫീസ് 500 രൂപ. ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0484253289. തൃശൂർ ജില്ലയിലെ എല്ലാ സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ, അപ്പലേറ്റ് അതോറിറ്റി എന്നിവർക്ക് വിവരാവകാശ നിയമത്തെക്കുറിച്ച് അവബോധമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ തൃശൂർ ടൗൺ ഹാളിൽ സംഘടിപ്പിച്ച സെമിനാർ വിവരാവകാശ കമ്മീഷണർ സോണിച്ചൻ P. ജോസഫ് ഉദ്ഘാടനം ചെയ്തു. വിവരാവകാശ കമ്മീഷണർ M. ശ്രീകുമാർ ക്ലാസ് എടുത്തു. തൃശൂർ ജില്ലയിലെ 500ഓളം വിവിധ ഓഫീസുകളിലെ അപ്പലേറ്റ് അധികാരികൾ പങ്കെടുത്തു. വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷ കൈകാര്യം ചെയ്യുമ്പോൾ ഉണ്ടായേക്കാവുന്ന സംശയങ്ങൾ ദൂരീകരിക്കുന്നതിനായി ഇൻഡക്റ്റീവ് സെക്ഷനും ഉണ്ടായിരുന്നു. വിവരാവകാശ കമ്മീഷണർ അഡ്വക്കേറ്റ് T. K. രാമകൃഷ്ണൻ ക്ലാസ് എടുത്തു. മറ്റൊരിടവേള കൂടി. സജി ഫാബ്രിക്സ് മൂർക്കനിക്കര വാർഷിക സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ ഡിസംബർ 1 മുതൽ 25 വരെ. തിരഞ്ഞെടുത്ത പ്രത്യേക ഡിസ്കൗണ്ട് ഐറ്റംസ്: ലേഡീസ് കുർത്തികൾ, ജെൻസ് ഷർട്ടുകൾ, കിഡ്സ് വെയർ, സാരികൾ, ടീനേജ് ടോപ്പുകൾ എന്നിവയുടെ മികച്ച സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ. യഥാർത്ഥ ലാഭം നേരിട്ടറിയാൻ ഉടൻ സന്ദർശിക്കൂ സജി ഫാബ്രിക്സ് മൂർക്കനിക്കര. ഫോൺ 7306743585. ഈ ഓഫർ ഡിസംബർ 25 വരെ മാത്രം. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം. ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. പൊന്നിന്നൂലിൽ ചേരും നേരം ഇന്നും കണ്ണിൽ മിന്നും നീയും കാലം നമ്മിൽ ഒന്നായി മാറി ഓരോ നാളും നീ എൻ സ്വന്തം. SRK Gold and Diamonds, കാളത്തോട്, തൃശൂർ. Making every celebration sparkle. വാർത്തകളിലേക്ക് വീണ്ടും. നാഷണൽ ആയുഷ് മിഷൻ ഭാരതീയ ചികിത്സാ വകുപ്പിന് കീഴിലുള്ള ആശുപത്രികളിലേക്കും വിവിധ പദ്ധതികളിലേക്കുമായി
തെറാപ്പിസ്റ്റ് തസ്തികയിൽ കരാറടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനം നടത്തുന്നു. വിജ്ഞാപന പ്രകാരം ലഭിച്ച അപേക്ഷകളുടെ അടിസ്ഥാനത്തിലാണ് ഇന്റർവ്യൂ. ഉദ്യോഗാർത്ഥികൾ ഡിസംബർ 5-ന് ബയോഡാറ്റ, സർട്ടിഫിക്കറ്റുകൾ, ഫോട്ടോ പതിപ്പിച്ച തിരിച്ചറിയൽ കാർഡ് എന്നിവയുടെ ഒറിജിനൽ സഹിതം തൃശൂർ രാമവർമ്മ ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന നാഷണൽ ആയുഷ് മിഷന്റെ ജില്ലാ പ്രോഗ്രാം മാനേജറുടെ ഓഫീസിൽ എത്തിച്ചേരണം. ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0487293919. മാടക്കത്ര ഗ്രാമപഞ്ചായത്ത് കേരളോത്സവം ഫുട്ബോൾ മത്സരങ്ങൾ പ്രസിഡന്റ് ഇന്ദിരാമോഹൻ ഉദ്ഘാടനം ചെയ്തു. പുല്ലാനിക്കാട് ഗ്രൗണ്ടിൽ നടന്ന മത്സരങ്ങൾ പഞ്ചായത്തിലെ നിരവധി ടീമുകൾ പങ്കെടുത്തിരുന്നു. ശ്രീ അയ്യങ്കാളി മെമ്മോറിയൽ ടാലന്റ് സെർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സ്കീം കാറ്റഗറി 1, കാറ്റഗറി 2 എന്നീ വിഭാഗങ്ങളിലേക്ക് 5-8 ക്ലാസുകളിൽ പഠിക്കുന്ന പട്ടികവർഗ വിദ്യാർത്ഥികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകർക്ക് 4-7 ക്ലാസുകളിലെ വാർഷിക പരീക്ഷയിൽ എല്ലാ വിഷയത്തിലും A ഗ്രേഡ് ലഭിച്ചിരിക്കണം. അപേക്ഷ നിശ്ചിത ഫോറത്തിൽ സ്കൂൾ സ്ഥാപന മേധാവിയുടെ സാക്ഷ്യപ്പെടുത്തൽ സഹിതം 2024 ഡിസംബർ 10 വൈകിട്ട് 5-നകം ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസ് 1-ാം നില, മിനി സിവിൽ സ്റ്റേഷൻ, ചാലക്കുടി PO, തൃശൂർ എന്ന വിലാസത്തിൽ ലഭിക്കണം. ജാതി സർട്ടിഫിക്കറ്റ്, വരുമാന സർട്ടിഫിക്കറ്റ്, മുൻവർഷത്തെ മാർക്ക് ലിസ്റ്റ് സാക്ഷ്യപ്പെടുത്തിയത്, ആധാർ കാർഡിന്റെ പകർപ്പ്, മുൻഗണനാ ഇനങ്ങൾ തെളിയിക്കുന്ന രേഖകൾ എന്നിവയും സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 048027061000. 42 ലക്ഷത്തിലധികം വില വരുന്ന വാക്സ് ഗോൾഡ് കവർച്ചയിൽ നേരിട്ട് പങ്കെടുത്ത പ്രതി അറസ്റ്റിൽ. തൃശൂർ ലോഡ്ജിൽ വെച്ച് 2 പേരെ ആക്രമിച്ച് 42 ലക്ഷത്തിലധികം രൂപയുടെ വാക്സ് ഗോൾഡും പണവും കവർച്ച നടത്തിയ കേസിൽ മലപ്പുറം തിരൂർ കൂട്ടായി സ്വദേശിയായ കരിയന്റെ പുരക്കൽ വീട്ടിൽ റഷീദ് എന്നയാളാണ് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ നിർദ്ദേശാനുസരണം സലീഷ് N. ശങ്കറിന്റെ നേതൃത്വത്തിലുള്ള സ്പെഷ്യൽ സ്ക്വാഡ് പിടികൂടിയത്. കേസിലെ 6 പ്രതികളെ മുൻ ദിവസങ്ങളിൽ അറസ്റ്റ് ചെയ്തിരുന്നു. പ്രതികളെ പിടികൂടാനുള്ള ഊർജിത പരിശോധനയിലും മറ്റു പ്രതികളെക്കുറിച്ചും കവർച്ച മുതലിനെക്കുറിച്ചും നടത്തിയ അന്വേഷണത്തിൽ പ്രതിയായ റഷീദ് എന്നയാളെക്കുറിച്ച് രഹസ്യവിവരം കിട്ടിയതനുസരിച്ച് അസിസ്റ്റന്റ് കമ്മീഷണറുടെ അന്വേഷണ പരിധിയിൽ സ്ക്വാഡ് അംഗങ്ങളായ സിവിൽ പോലീസ് ഓഫീസർ ഹരീഷ്, ദീപക് എന്നിവർ തിരൂരിൽ വെച്ച് പിടികൂടി. സബ് ഇൻസ്പെക്ടർ ബിബിൻ S. നായർ പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. അന്വേഷണത്തിൽ പ്രതിക്ക് തിരൂർ പോലീസ് സ്റ്റേഷനിലും ഇരിട്ടി പോലീസ് സ്റ്റേഷനിലും കേസ് നിലവിലുണ്ട്. കത്തികൊണ്ട് കുത്തിയും ആക്രമിച്ചും പരിക്കേൽപ്പിച്ച് ആലുവ സ്വദേശികളിൽ നിന്ന് പ്രതികൾ ഗോൾഡ് വാക്സും പണവും കവർന്നു. തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ ഇളങ്കോ R. IPSന്റെ നിർദ്ദേശാനുസരണം തൃശൂർ അസിസ്റ്റന്റ് കമ്മീഷണർ സലീഷ് ശങ്കരന്റെ നേതൃത്വത്തിൽ അന്വേഷണ സംഘത്തിൽ തൃശൂർ ടൗൺ ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ജിജോ MJ, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിലെ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ മഹേഷ് കുമാർ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ സൂരജ്, അജ്മൽ, രഞ്ജു എന്നിവരും ഉണ്ടായിരുന്നു. മണ്ണുത്തി ഡോൺ ബോസ്കോ സെൻട്രൽ സ്കൂളിൽ നവംബർ 30-ന് വാർഷിക കായികമേള പൂർവാധികം ഭംഗിയായി നടന്നു. സ്കൂളിന്റെ റെക്ടറും മാനേജറുമായ ഫാദർ തോമസ് കൂനൻ അധ്യക്ഷ പ്രസംഗം നടത്തി. കേരള ഫുട്ബോൾ ടീമിന്റെ മുൻ ക്യാപ്റ്റൻ മിസ്റ്റർ ലനേൽ തോമസ് M. കായികമേള ഉദ്ഘാടനം ചെയ്തു. അധ്യാപിക മാലിനി വിശിഷ്ടാതിഥികൾക്ക് സ്വാഗതം ആശംസിച്ചു. സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ ഫാദർ ജിതിൻ ചക്കിമംഗലത്ത്, ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ബാബു മാണിശ്ശേരി, സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ ഫാദർ ബിന്നി മാനുവൽ, സ്കൂൾ കോർഡിനേറ്റർ ശ്രീമതി രേണു ടീച്ചർ എന്നിവർ സന്നിഹിതരായിരുന്നു. LP, UP വിഭാഗത്തിലെ കുട്ടികളുടെ വർണ്ണശബളമായ കലാപ്രകടനങ്ങൾ കായികമേളയ്ക്ക് മാറ്റുകൂട്ടി. സമാപന ചടങ്ങിൽ വിജയികൾക്ക് സമ്മാന വിതരണം നടത്തി.
പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുത്തൂർ പഞ്ചായത്ത് ജാഗ്രതാ സമിതിയും ജെൻഡർ റിസോഴ്സ് സെന്ററും കുട്ടികൾക്കായി ലൈഫ് സ്കിൽ ട്രെയിനിംഗ് ക്യാമ്പ് സംഘടിപ്പിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് വ്യാപാരി വ്യവസായി സംഘം കളക്ടറേറ്റിന് മുന്നിൽ ധർണ നടത്തി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ഒല്ലൂർ നിയോജക മണ്ഡലം സമ്മേളനം കോർപ്പറേഷൻ UDF ലീഡർ ജോസഫ് ടാജറ്റ് ഉദ്ഘാടനം ചെയ്തു. ലോക എയ്ഡ്സ് ദിനത്തിന്റെ ഭാഗമായി ഒല്ലൂർ വിൻസെന്റ് പോൾ ആശുപത്രി ജീവനക്കാർ തെരുവു നാടകം അവതരിപ്പിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് Lali's Hypermarket, Lali's Mall, Patikat Center, Thrissur.